ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, ഞാൻ ഇതും കൂടി ഓൺ വോയിസിൽ ഇങ്ങനെ ഇനി കുറച്ചൊക്കെ നമുക്ക് ഇട്ട് തുടങ്ങാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് വേണ്ടേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാം. അതായത് നമ്മൾക്കിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്ണു. ഓക്കെ, വിഷ്ണു നീ എവിടെയാ എന്നുള്ളൊരു സംഭവം. അത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ എടുക്കണോ വേണ്ട എന്നൊക്കെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ട്രെൻഡിങ് ആണല്ലോ, നമുക്ക് ഓക്കെ എടുത്തിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സംഭവം ഞാൻ എടുത്തിട്ടത്. പക്ഷെ എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് യൂട്യൂബിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അതായത് അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കും ഷെയറൊക്കെ അത്യാവശ്യമൊക്കെ എനിക്ക് കിട്ടി. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇൻസ്റ്റയും യൂട്യൂബും ഞാൻ ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ഫേസ്ബുക്കിലേക്ക് നമുക്ക് പോകും. എല്ലാവർക്കും അത് അറിയായിരിക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഞാൻ അതിലേക്ക് ഇട്ടപ്പോൾ എൻ്റെ പൊന്നു ഭഗവാനേ, തെറി കൊണ്ട് ആറാട്ട്, സത്യം ആറാട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ആരെ ഈ വിഷ്ണു? സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, ഇതെന്താ സംഭവം എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. നമ്മൾ ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങോ വല്ല കാര്യങ്ങളോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. കാരണം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് എടുത്തിടുന്നു എന്ന് മാത്രം. പക്ഷെ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല, ഉള്ളത് പറയാലോ. അതായത് വിഷ്ണു നീ എവിടെയാ? അപ്പൊ ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ സംഭവം ഞാൻ നോക്കുന്നതേ ഇല്ല, ഉള്ളത് പറയാലോ. ഫേസ്ബുക്കിൽ ഞാൻ കമന്റ്സ് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കാറില്ല, ഞാൻ കൊടുക്കാറില്ല. പക്ഷെ ഇതിന്റെ എനിക്ക് എന്തോ ഒരു ഇത് എനിക്ക് ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ കയറി നോക്കിയായിരുന്നു. നോക്കിയപ്പോൾ ഫുൾ തെറി. എനിക്ക് തോന്നുന്നു അതില് വളരെ വളരെ ചുരുക്കം ചില പേര് മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് എടുത്തു എന്ന് മാത്രം. പക്ഷേ ഇതിന് ഈ ഒരു വീഡിയോ ഇട്ടെന്ന് കരുതിയിട്ട് അതിൽ ഇത്രമാത്രം മറ്റുള്ളവര് വായിക്കാൻ പോലും മറക്കത്തക്ക രീതിയിലുള്ള കമന്റ്സ് ഇടണമെന്നൊന്നും എനിക്ക് അങ്ങനെയുള്ള വീഡിയോ ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഡൗട്ട് കൊണ്ട് ഞാൻ കുറെ ആ ഒരു ഫേസ്ബുക്കിൽ തന്നെ, ഇൻസ്റ്റയിൽ എല്ലാവർക്കും സപ്പോർട്ടാണ്, പക്ഷേ ഫേസ്ബുക്കിൽ എല്ലാവർക്കും ഇതുപോലെയുള്ള വൃത്തിയായിട്ട് മെസ്സേജുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് അതിൽ 1.3K സംതിങ് ലൈക്ക് കിട്ടും, 1300 സംതിങ് ലൈക്ക് കിട്ടും. അപ്പൊ അത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാനൊരു ഷോർട്സ് ഇട്ടു, അത് നമുക്കൊരു 100 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു 10 ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ സക്സസ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പൊ ഈ എന്റെ വിഷ്ണു എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഈ വിഷ്ണുവിന്റെ ഇങ്ങനെ സോങ് വരേണ്ട ആരെങ്കിലും ഇത് വേണം വെച്ചുണ്ടാക്കി ഇതാണോ, അതോ ഈ വിഷ്ണുവിന് വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഏതെങ്കിലും ക്യാരക്ടറിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ആണോ ഇത് സംഭവം ഒന്നും എനിക്കറിയില്ല. ട്രെൻഡിങ് ആയിട്ട് കണ്ടു, ഞാനത് എടുത്തിട്ടു. ഓക്കെ, അപ്പോൾ ഇത്ര വൃത്തിയായിട്ട രീതിയിലുള്ള, ഇത്രയ്ക്ക് അർക്കത്തക്ക രീതിയിലുള്ള മെസ്സേജ് ഒന്നും അതിൽ ഇടേണ്ടതായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഇട്ടവരിന് എന്തായാലും ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ പോസിറ്റീവ് മാത്രം കിട്ടിയാൽ എങ്ങനെയാണ്, നെഗറ്റീവും വേണമല്ലോ. അപ്പൊ ഈ ഫേസ്ബുക്കിൽ എനിക്ക് ഫുൾ നെഗറ്റീവാണ്. എന്തായാലും അതായിക്കോട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.